മോർണിംഗ് ഷോ തുടരുന്നു. ഇനി അതിഥിക്കുള്ള സമയമാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദരിദ്ര ജീവിതങ്ങളുടെ പരിച്ഛേദം പകർത്തി പ്രമുഖ ഫോട്ടോഗ്രാഫർ അജീബ് കൊമാച്ചിയുടെ ഫോട്ടോ പ്രദർശനം. ഹിന്ദുസ്ഥാനി ഒരു ഇന്ത്യൻ കഥനകഥ എന്ന പേരിട്ടിരിക്കുന്ന ഫോട്ടോ പ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് നടക്കുന്നത്. നിരവധി പേരാണ് ഇതിനകം പ്രദർശനം കാണാനെത്തിയത്. ബാലവേല നിയമവിരുദ്ധമാണെങ്കിലും അതറിയാതെ തൊഴിലെടുക്കുന്ന കുട്ടികൾ, സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ, നാൽക്കാലികൾക്കൊപ്പം തലചായ്ക്കുന്നവർ, കാഴ്ചക്കാരുടെ ഉള്ളിൽ തറക്കുന്ന 62 ചിത്രങ്ങൾ. ആധുനിക ഇന്ത്യയുടെ മറ്റൊരു മുഖം. മലയാളികളിൽ പലർക്കും അപരിചിതമാണെങ്കിലും അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത് പതിവ് കാഴ്ച. നമ്മുടെ കാഴ്ചക്ക് പുറത്തുള്ള മറ്റൊരു ഇന്ത്യയെ ഹിന്ദുസ്ഥാനി പരിചയപ്പെടുത്തുന്നു. നമ്മൾ പല യാത്രകൾ നടത്തിയപ്പോൾ അവിടുന്ന് കണ്ട കേരളവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കുറേ ചിത്രങ്ങളാണ്. അതായത് നമുക്ക് കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടാതെ പോയ ഈ സുഹൃത്തുക്കളെ ഓർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഹ്യൂമൻ കെയർ ഫൗണ്ടേഷന്റെ വിഷൻ 2016 പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷത്തോളം ഉത്തരേന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ നടത്തിയ യാത്രയിലാണ് അജീബ് കൊമാച്ചി ഈ ചിത്രങ്ങൾ പകർത്തിയത്. ഈ മാസം 25-ന് പ്രദർശനം സമാപിക്കും. മീഡിയ 1 കോഴിക്കോട്. അജീബ് കൊമാച്ചിയാണ് ഇന്നത്തെ മോർണിംഗ് മുഖത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. ആദ്യം തന്നെ ഇത്തരത്തിലൊരു തീം, ഇതിനു മുൻപും നടത്തിയ പ്രദർശനങ്ങളെല്ലാം ഇത്തരത്തിലൊരു തീം ബേസ്ഡ് തന്നെയായിരുന്നു. പക്ഷേ ഹിന്ദുസ്ഥാനി ഒരു ഇന്ത്യൻ കഥനകഥ എന്ന് പറയുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു വിഷയമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ മലയാളികൾ ഒരുപാട് യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്രകളിലൊക്കെ നമ്മൾ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന ചില ബിംബങ്ങളുണ്ട്. ഒന്ന് താജ്മഹൽ, അല്ലെങ്കിൽ കുളു, മണാലി, ഇത്തരം യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുള്ള ആളാണ് ഞാനും മുന്നേ. പിന്നീട് ഏതോ ഒരു യാത്രയിലാണ് നജീബ്ക്കായിട്ട്, അതായത് ഹ്യൂമൻ കെയർ ഫൗണ്ടേഷനായിട്ട് ചേർന്ന് ഒരു യാത്രക്ക് ക്ഷണിക്കുന്നത്. ആ യാത്രയിലാണ് ശരിക്കും നമ്മളെ ചിന്താഗതിയൊക്കെ മാറ്റിയിട്ടുള്ള ഉത്തരേന്ത്യയിലെ കുറേ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഇന്ത്യക്കകത്ത് തന്നെ ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേരളം എന്നുള്ളതും, പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖ സൗകര്യങ്ങൾ കിട്ടാതെ പോകുന്ന, അപ്പോൾ നമ്മളറിയാം ഒരുപാട് കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന്. പക്ഷെ അതൊന്നും കിട്ടാതെ പോണേ, അല്ലെങ്കിൽ നമ്മളെ സൗകര്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളെ, കുട്ടികളെ, പിന്നെ ശരിക്കും ബാലവേല എന്താണെന്ന് അറിയാതെ രക്ഷിതാക്കളാൽ തന്നെ ബാലവേല ചെയ്യപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ യാത്രയിൽ കാണുകയുണ്ടായി. അപ്പോൾ ഈ യാത്രയിലാണ് നമ്മൾ ഈ എടുത്ത ഏതാനും ചിത്രങ്ങളാണ് പലപ്പോഴായിട്ട് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടത്തിയ യാത്രയിലെ ചിത്രങ്ങൾ സമാഹരിച്ചാണ് ഇങ്ങനെ ഒരു എക്സിബിഷനായിട്ട് കേരളത്തിലേക്ക് എത്തിക്കുക എന്ന് തീരുമാനിച്ചു. എത്ര സമയമെടുത്താണ് ഈ യാത്ര പൂർത്തിയാക്കിയതും അപ്പം ആ ഫോട്ടോ എടുക്കൽ? ഞാൻ ഈ കേരളത്തിൽ നമ്മളിപ്പം നമ്മൾ ജീവിക്കാൻ ചില ചിത്രങ്ങൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു 10-30ഓളം മാഗസിൻ്റെ മലബാർ ഏരിയ ചിത്രങ്ങൾ എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒഴിവുകളിലൊക്കെ 10-15 ദിവസമാണ് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 യാത്രയിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. ഈ യാത്ര നടത്തുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ചിത്രങ്ങൾ എടുത്തത്? അതല്ലാതെ ആ കൂട്ടത്തിൽ എടുത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ മാത്രം പ്രദർശനത്തിന് എത്തിക്കുകയായിരുന്നു? അല്ല, ഒരിക്കലല്ല. നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഈ ഹ്യൂമൻ കെയർ ഫൗണ്ടേഷൻ്റെ ഒരു യാത്രക്ക് ക്ഷണിച്ചപ്പോൾ ആ യാത്ര പോകുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് ചിത്രങ്ങൾ നമ്മൾ ഉത്തരേന്ത്യൻ ഗ്രാമീണത, ഹോളി, അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ വലിയ വലിയ ആഘോഷങ്ങൾ, കളർഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് ഇതുവരെ മാധ്യമങ്ങളാണെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്ന് തന്നുകൊണ്ടിരുന്നത്. ഇതിൽ നിന്ന് മാറിയിട്ട് കളറില്ലാതെ, അല്ലെങ്കിൽ പിന്നെ സന്തോഷമില്ലാത്ത ഒരു ലൈഫ് ഉണ്ടെന്ന് ഈ യാത്രയിലൂടെ തിരിച്ചറിഞ്ഞപ്പോൾ ഇത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു 100 വർഷം മുന്നത്തെ കേരളം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഈ ചിത്രങ്ങൾ ഇവിടുത്തെ ന്യൂ ജനറേഷന് എത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ചിത്രങ്ങളെല്ലാം ജനിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പേരിട്ട് നമ്മളിപ്പോഴും വിളിക്കുമ്പോഴും വലിയ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ,
അതാണ് ഒരുപക്ഷെ ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ ഗ്രാമങ്ങളിലേക്കും ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ആ ആളുകളുടെ ഒരു പ്രതികരണങ്ങൾ, ഒരുപക്ഷെ ഈ ബാലവേല ഉൾപ്പെടെയുള്ള ജാതീയമായ വേർതിരിവുകൾ, ഇന്നലെ ഹരിയാനയിൽ 2 കുട്ടികളെ ചുട്ടുകൊന്നു, അത്തരം ഒരുപാട് സംഭവങ്ങൾ നേരിടേണ്ടിയും കാണേണ്ടിയും വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആസാമിൽ നമ്മൾ പോയ സമയത്ത് അവിടെ വർഗീയ ലഹളയും ബോഡോ പ്രശ്നം നടക്കുന്ന സമയത്താണ്. ആ സമയത്ത് നമ്മൾ പോലീസ് എസ്കോർട്ടിലാണ് പല ഗ്രാമങ്ങളിലും പോയിട്ടുള്ളത്. അതുപോലെ ഏത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ നമ്മൾ കേരളത്തിൽ പോണത് പോലെ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അവിടുത്തെയൊക്കെ ജാതി. നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് ഈ കേരളമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണ്, കേരളത്തിൽ മതസ്പർദ്ധയും ഇതൊക്കെ കുറയാനും അതുപോലെ തന്നെ ഒക്കെ കാരണം ഒരുപാട് വിദ്യാഭ്യാസം ലഭിച്ചു. നമ്മൾ മുൻഗാമികൾ വഴി തെളിയിച്ചത് ഒരു നല്ല വഴിയായിരുന്നു. നേതാക്കൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. നമ്മളവിടെ പോയി നോക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാനോ അവരെ നേതാക്കളൊന്നുമില്ല. ഈ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ വിഭജനം അതുപോലെയുള്ള ഒരുപാട് വർഷങ്ങൾ മുന്നേ ചിലപ്പോൾ മുസ്ലിം രാജാക്കന്മാരെ ഇടപെടൽ അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെയുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നാണ് അവർ ജീവിക്കുന്നത്. മാറി മാറി വരുന്ന ഒരു സർക്കാരും, ഇപ്പോൾ നമ്മൾ ഈ പുതിയ സർക്കാരിനെ മാത്രമല്ല, ഇതുവരെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള എല്ലാ സർക്കാരിനെ നമ്മൾ കുറ്റം പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു സർക്കാരിൻ്റെ കാലത്തും ഒരു മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ അവിടുത്തെ ആളുകളെ ഇപ്പോൾ ഇത്ര മോഡേൺ യുഗത്തിൽ പോലും നമുക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ചുട്ടുകൊല്ലുന്നതും അങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും അവിടെ യാത്ര ചെയ്യും. ഇപ്പോൾ ക്യാമറയായിട്ടാണല്ലോ ഓരോ ഗ്രാമങ്ങളിലേക്കും ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വരുന്നത് എന്നുള്ളൊരു ബോധ്യം നാട്ടുകാർക്കോ ആ ഗ്രാമങ്ങളിലെ ജനതയ്ക്കോ ഉണ്ടാവും. അവർക്ക് അവരുടെ ഒരു പ്രതികരണം, നിങ്ങളൊരു ചിലപ്പോൾ മാധ്യമപ്രവർത്തകരാണൊക്കെ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ വ്യതിരിക്തമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും? നമ്മളിപ്പോൾ പുതിയ തലമുറയോട് ഇത്തരം ചിത്രങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് അയക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ഉത്തരേന്ത്യ. കാരണം അവിടെ പലപ്പോഴും ജനക്കൂട്ടമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഒരു പ്രത്യേക ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കീഴിലല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിലാണ്. ഈ ടൂറിസം ഏരിയയിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഉള്ളോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ വലിയ ജാതികളായിരിക്കും അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും നേതാക്കൾ ഠാക്കൂർമാരൊക്കെ ആയിരിക്കും ആ ഗ്രാമം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവർക്കും എന്തെങ്കിലും രീതിയിൽ മോശം വരുന്ന ഒരു കാര്യം വന്നാൽ സ്വന്തം മകൾ അന്യപുരുഷൻ്റെ കൂടെ അന്യജാതിയുടെ കൂടെ പോയതിൻ്റെ പേരിൽ അഭിമാനകൊല നടക്കുന്ന നാടാണ്. അത് സ്വന്തം മകളോട് ചുട്ടുകൊല്ലുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫറോട് എന്ത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കാവുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകേണ്ട സ്ഥലമാണ്. പിന്നെ ഈ ഇങ്ങനെയുള്ള NGO അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ കൂടെ ആകുമ്പോൾ അവർക്കൊരു സഹായം കിട്ടുന്ന ഏരിയ ആകുമ്പോൾ ചില ചിത്രങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരു സൗകര്യം ഉണ്ടായിരിക്കും. ഇപ്പോഴും ഒരു കൂട്ടായ ഒരു പ്രവർത്തനമേ അവിടെ നടക്കുകയുള്ളൂ. ഈ ഹ്യൂമൻ കെയർ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്തിട്ടുള്ളത് ആദ്യം ചെരുപ്പ് മുതൽ പിന്നെ ചെരുപ്പ് ധരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക ചെയ്ത്, അത് മുതൽ തുടങ്ങിയിട്ട് കക്കൂസ് കുഴിക്കുക, അതുപോലെ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് ഇപ്പോൾ കമ്പ്യൂട്ടർ വരെ എത്തി നിൽക്കുന്ന ചില ഗ്രാമങ്ങളുണ്ട്. അത് നമുക്ക് വളരെ ഇൻസ്പിറേഷൻ കിട്ടി. ഈ ആളുകളെ അവിടെ ഫുട്ബോൾ ക്ലബ്ബുകൾ തുടങ്ങുക, ഈ ജാതി മത പ്രശ്നങ്ങളൊന്നും ഇല്ലാതുള്ള ചെറിയ ചെറിയ മാച്ചുകളൊക്കെ നടത്തുക, അങ്ങനെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലിലൂടെ, അല്ലാതെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് നമുക്ക് അവിടെ നന്നാക്കി കളയാമെന്ന് വിചാരിക്കുന്ന അതുപോലെ ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യം, ലോകശക്തികളിൽ നമ്മൾ വലിയ ഊറ്റം കൊള്ളുന്ന പല സ്ഥലത്ത് നമ്മൾ ചെന്ന് ഇന്ത്യ എത്രയോ പുരോഗതിയിലെത്തിയെന്ന് പറയുന്ന സമയത്ത് പോലും ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങളാണെന്ന് കേരളത്തിലെ നമ്മളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണത്. ഈ ഒരു ഫോട്ടോ എക്സിബിഷനോട് കൂടിയിട്ട് ഇന്ത്യ നന്നാവും എന്നുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ നമ്മൾ കേരളമായിട്ടുള്ള ഒരു ബാലൻസിങ്, നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് സുഖങ്ങൾ കിട്ടാതെ പോകുന്ന നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇവിടെ ഒരുപാട് തൊഴിലാളികൾ വരുന്നുണ്ട്. അപ്പോൾ ഈ തൊഴിലാളികൾ ഇതുപോലെ തന്നെ ഈ തൊഴിലാളികളെ പോലെ തന്നെ ഒരു കാലത്ത് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് നമുക്ക് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് നല്ല സ്വീകരണം കിട്ടിയത് കൊണ്ട് നമ്മൾ ഇത്തരം ഉയരത്തിലെത്തി. സാമ്പത്തികവും വലിയ പ്രശ്നമാണിത്. ഇതിൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അതുപോലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത്തരം ആളുകളെ ഒരു 2ാം കിട 3ാം കിട പൗരനായിട്ടാണ് പരിഗണിക്കുന്നത്. നേരത്തെയും ഇതുപോലുള്ള എക്സിബിഷൻസ് അജീബ് കൊമാച്ചി നടത്തിയിട്ടുണ്ട്. ഇതൊരു 9ാമത്തെ സീരീസാണ് ഇപ്പോൾ നടക്കുന്നത്.
നേരത്തെ ഉണ്ടായിരുന്ന നഷ്ടബാല്യമായാലും അതുപോലെ തന്നെ സ്ത്രീകളുടെ വിഷയം, പെണ്ണോവ്, അതെല്ലാം ഉദ്ദേശിക്കുന്ന തീമിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ വച്ചിരിക്കുന്നത് വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. കാരണം ഒരു വലിയൊരു വിഭാഗത്തിനെ പ്രതിനിധീകരിക്കുന്നത്, നേരത്തെ കുട്ടികളാണെങ്കിലും സ്ത്രീകളെ ആണെങ്കിലും മറ്റ് നേരത്തെ തന്നെ സൂചിപ്പിച്ചു വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പല എക്സിബിഷനിലും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലൊരു പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ ഏതു തരത്തിലാണ് ആളുകളിൽ നിന്നുള്ള പ്രതികരണം ലഭിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് കലാകാരനിൽ നിന്നല്ല, അല്ലാത്ത ആളുകളിൽ നിന്ന്. നമ്മളെ മുന്നുള്ള എക്സിബിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും നേരിട്ട് അത് അനുഭവിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദി സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഹിന്ദി സിനിമയിലെ കളർഫുൾ ഉത്തരേന്ത്യയാണ് നമ്മൾ കാണുന്നത്. ഹോളി പോലത്തുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ നമ്മൾ കാണിക്കുന്നതിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം പോലും ചിത്രങ്ങളിലില്ല. പിന്നെ നമ്മൾ ഇതിൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു പടം എടുക്കുമ്പോൾ തോന്നുന്ന ചില വികാരങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ ആ എഴുത്തും ചിത്രം കൂടി ആവുമ്പം ആളുകൾക്ക് ശരിക്കും ആളുകൾ വളരെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇത് അത്രയും ഫീൽ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ എക്സിബിഷന്. സത്യം പറഞ്ഞാലും നമ്മളുടെ ഒരു മുഖ്യധാരാ സമൂഹത്തിന് ഒരു പക്ഷേ അപരിചിതമായ ഒരു ലോകം കൂടിയായിരിക്കാം. തീർച്ചയായിട്ടും നമ്മൾ മനഃപൂർവ്വം മറക്കാനും കൂടി ഏത് മീഡിയ ആണെങ്കിലും സിനിമ ആയാലും ഇതൊക്കെ ഇവർ ഇത്തരം സംഭവങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ മടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി സത്യമാണ്. ഈ തീം വിട്ട് അജീബിൻ്റെ വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു എഫേർട്ടുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ ഫോട്ടോഗ്രാഫിയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്രമാത്രം എത്തിപ്പെടാൻ കഴിയുമെന്നറിയില്ല. ഒരു പ്രകൃതി മനോഹാരിത ഒപ്പിയെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരുപക്ഷെ ആ ഒരു പൂർണ്ണത ചിലപ്പോൾ ഇത്തരം എഫേർട്ടിന് ഉണ്ടായിന്ന് വരില്ല. എന്നാൽ പോലും ഇത്തരം ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കലാപം അതിൻ്റെ ഇടയിലുള്ള വിഷയങ്ങൾ ഒക്കെ ഫോട്ടോ പകർത്തുന്ന സമയത്ത് എത്രത്തോളം അതിനൊരു പൂർണ്ണത വരുത്താൻ കഴിയും? അത് ഇപ്പോൾ പണ്ട് ഞാൻ ഫസ്റ്റ് ഗുജറാത്തിലെ ഭൂകമ്പമാണ് ആദ്യം കവർ ചെയ്യാൻ പോയിരുന്നത്. 2-ാം ദിവസം അവിടെ എത്തി നമ്മൾ അബ്ബാസ്, ഉമ്മർ, രേഷ്മ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നിന്ന് കഴിഞ്ഞ 3 കുട്ടികളും ചേർന്നിട്ടാണ് പോയത്. ആ യാത്രയിൽ നമ്മൾ ആകെ 5 റോള് ഫിലിമും കൊണ്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷയിലും വലിയ സംഭവങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് തീരുമാനമെടുത്ത് നമ്മൾ എന്തായിരിക്കണം നമ്മളെ ഈ ചിത്രത്തിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ 19ഓളം പേരെ ഒന്നിച്ച് കത്തിക്കുന്ന ചിത്രം പോലും അന്ന് നമ്മൾ എടുത്തിട്ടില്ല. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് നമ്മൾ എന്താണോ അത് സമൂഹത്തിൽ എത്തിക്കേണ്ടതെന്നുള്ളത് മാത്രമേ നമ്മളെ ചിന്തയിലുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇത്തരം കത്തിക്കുന്ന ചിത്രങ്ങൾ പോലും ഒഴിവാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അന്ന് നമ്മൾ ഈ 5 റോളിലെടുത്ത് വന്നത്. അപ്പോൾ ആ ചിത്രങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ സുഹൃത്ത് വലയത്തിൽ എല്ലാവരും പറഞ്ഞു ഈ മാഗസിനിലൊക്കെ വരുന്നതിലും േറെ ഒരു എക്സിബിഷൻ എന്നുള്ള രീതിയായിരിക്കും നല്ലത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ദുരന്ത ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. നമുക്ക് വലിയ പേടിയുണ്ടായിരുന്നു ഇത്തരം ഒരു ഫോട്ടോഗ്രാഫർ ഒരു വൾച്ചർ എന്നുള്ള രൂപത്തിലേക്ക് എത്തിപ്പെടുമോ എന്നുള്ളത്. പക്ഷേ ആ എക്സിബിഷന് വളരെ അതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വളരെ നല്ല രീതിയിലാണ് അതിനൊരു റെസ്പോൺസ് ഉണ്ടായത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു 10-100 ചിത്രങ്ങൾ അല്ലെങ്കിൽ 60 ചിത്രങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒരു 2 മണിക്കൂർ അതിൻ്റെ വായനയും കൂടി ആവുമ്പോൾ ആളുകളെ മനസ്സിലേക്ക് ഇത് ശക്തമായിട്ട് കയറും എന്നുള്ളത് ഒരു ആയുധം പോലെ, ഒരു സിനിമ പോലെ. അതുപോലെ തന്നെയാണ് ഒരു മീഡിയ ആളുകളെ മനസ്സിലേക്ക് ഇത്തരം വിഷയങ്ങൾ കയറ്റാൻ ഏറ്റവും നല്ലത് ഇതാണെന്നുള്ളത് കണ്ടെത്തി തുടർന്ന് ഇതിപ്പോൾ 9ാമത്തെ എക്സിബിഷനിലെത്തി നിൽക്കുകയാണ്. ഏതായാലും 9ാമത്തെ എക്സിബിഷനിലെത്തി നിൽക്കുന്നു. ഒരു വലിയ സാമൂഹിക പ്രതിപത്തി തന്നെയാണ് ഈ എല്ലാ ശ്രമങ്ങളെയും ഒരുപക്ഷെ അതിൻ്റെ മഹത്തരമാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിച്ച നന്ദി.